ദൈവത്തോട് നേരിട്ട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റും. എങ്കിലും ദൈവം പലവിധ ദൂതന്മാരിലൂടെ നമ്മോട് സംസാരിക്കാറുണ്ടെന്ന് ബൈബിൾ പറയുന്നു. പല ദൂതന്മാർക്കും പല പ്രത്യേകതകളുണ്ട്. ദൂതന്മാർ എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മളിൽ പലരും ദൂതന്മാരെ മനുഷ്യരൂപത്തിലുള്ള സൃഷ്ടികളായിട്ടാണ് സങ്കല്പിക്കാറുള്ളത്. അതായത് മനുഷ്യരൂപവും അവരുടെ മുതുകിൽ ചിറകുകളുള്ളതും ആളുകളെ സഹായിക്കുന്നതും ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ എത്തിക്കുന്നതും പോലുള്ള കാര്യങ്ങൾ. എന്നിരുന്നാലും ദൂതന്മാർ തമ്മിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്ത പദവികളുമുണ്ട്. അവർ ചെയ്യുന്ന ജോലി അനുസരിച്ച് അവരുടെ പദവികൾ വ്യത്യാസപ്പെടുന്നുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കുന്ന ദൂതന്മാരായി മാത്രം സേവിക്കുന്നവരല്ല. ചിലർ പ്രപഞ്ചത്തിൻ്റെ സതുലിതാവസ്ഥ, അതായത് അതിൻ്റെ ബാലൻസും അതിൻ്റെ ക്രമവും നിലനിർത്തുന്നവരുണ്ട്. ഭൂമിയുടെ അവസ്ഥയെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുകയോ പവിത്രമായ ഇടങ്ങളെ അവർ സംരക്ഷിക്കുകയോ ചെയ്യുന്നവരാണ്. എന്നാൽ അവരുടെ രൂപം നാം എല്ലാവരും ചിന്തിക്കുന്നത് പോലെ മനുഷ്യരുടെ രൂപമല്ല. ദൂതന്മാർ ഇങ്ങനെയായിരിക്കുമെന്ന് നാം ചിന്തിച്ചു വച്ചിരിക്കുന്ന സകല കാര്യങ്ങളിൽ നിന്നും സത്യത്തിൽ വളരെ വ്യത്യസ്തമാണ്. ഈ വീഡിയോയിൽ ദൂതന്മാരുടെ വ്യത്യസ്ത രൂപവും അവരുടെ പദവികളും നമുക്ക് നോക്കാം. മൊത്തം 9 തരത്തിലുള്ള വ്യത്യസ്ത ദൂതന്മാരുണ്ട്. ഈ ദൂതന്മാരുടെ രൂപം എന്താണെന്നും അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഒൻപതാമത്തേത് ദൂതന്മാർ. ഈ ദൂതന്മാർ പൊതുവെ ചിറകുകളുള്ള മനുഷ്യരെ പോലുള്ള രൂപത്തിലുള്ളവരാണ്. അത് അവരുടെ ദിവ്യ സ്വഭാവത്തെയും ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവിനെയും എടുത്തു കാണിക്കുന്നു. ചിലപ്പോൾ അവർ ദിവ്യ പ്രകാശത്താൽ തിളങ്ങുന്ന പ്രകാശമുള്ള ജീവികളായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ പൊസിഷനിലാണ് ഇവർ ഉള്ളതെങ്കിലും അവർ ചെയ്യുന്ന ജോലി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആളുകൾക്ക് സന്ദേശം എത്തിക്കുക എന്നതാണ്. ഗ്രീക്ക് പദമായ ഏഞ്ചിലോസ്, അതായത് ഏഞ്ചൽ എന്നാൽ ദൂതൻ എന്നാണ് അർത്ഥം. ദൈവത്തിൽ നിന്നുള്ള സന്ദേശം എത്തിക്കുന്നതിൽ അവരുടെ പങ്കിനെ ഈ പേര് എടുത്തു കാണിക്കുന്നു. ഉദാഹരണത്തിന് ലൂക്കോസ് 1:19 ഗബ്രിയേൽ ദൂതൻ സക്കറിയയ്ക്കും മറിയയ്ക്കും സന്ദേശങ്ങൾ കൊടുക്കുന്നു. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി ഈ വാർത്ത അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ സങ്കീർത്തനം 91:11-12 പറയുന്നത് പോലെ ദൂതന്മാർ ആളുകളെ സംരക്ഷിക്കാനും ആവശ്യ സമയത്ത് നമ്മെ കാവൽ ചെയ്യുന്ന ദൂതന്മാരാണ് ഇവർ. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. എട്ടാമത്തേത് പ്രധാന ദൂതന്മാർ. ഇവരുടെ രൂപം പൊതുവെ കാണുന്ന ദൂതന്മാരെ പോലെ ആയതുകൊണ്ട് പലർക്കും ഈ ദൂതന്മാരെ അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഇവർ ഉയർന്ന റാങ്കിലുള്ള ദൂതന്മാർ ആയതുകൊണ്ട് അവർ പറയുന്ന സന്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മറ്റ് ദൂതന്മാരെ നയിക്കുക, ദുഷ്ടശക്തികൾക്കെതിരായി യുദ്ധങ്ങൾ ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന് പ്രധാന ദൂതനായ മീഖായേൽ വെളിപ്പാട് പുസ്തകം 12:7-9 വരെയുള്ള വാക്യങ്ങളിൽ സാത്താനെതിരെ സ്വർഗീയ സൈന്യത്തെ നയിക്കുന്നുണ്ട്. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോട് കൂടെ അവൻ്റെ ദൂതന്മാരും. സാത്താനെ പോലും പരാജയപ്പെടുത്താൻ കഴിവുള്ള ശക്തന്മാരാണ് ഈ പ്രധാന ദൂതന്മാർ. ഏഴാമത്തേത് വാഴ്ചകൾ അല്ലെങ്കിൽ അധികാരങ്ങൾ. അവരുടെ രൂപം എങ്ങനെയായിരിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നില്ല. പക്ഷേ അവർ പലപ്പോഴും ദൂതന്മാരെ പോലെയും പ്രധാന ദൂതന്മാരെ പോലെയും ചിത്രീകരിക്കാറുണ്ട്. വ്യക്തികളെ സംരക്ഷിക്കുന്ന സാധാരണ ദൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി വാഴ്ചകൾ രാഷ്ട്രങ്ങളെയും നഗരങ്ങളെയും സംരക്ഷിക്കുന്നവരാണ്. അവർ ഒരു പ്രദേശങ്ങളുടെ നേതൃത്വത്തെയും ആത്മീയ കാലാവസ്ഥയെയും സ്വാധീനിച്ച് ഭരണാധികാരികളെ നീതിയിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ തിന്മയുമായി യോജിക്കുമ്പോൾ അവരെ ചെറുത്തു നിൽക്കും. ദാനിയേൽ 10 പറയുന്നത് പോലെ ദൂതന്മാരുടെ ശക്തിയും പേർഷ്യൻ രാജാവും തമ്മിലുള്ള പോരാട്ടം ഒരു ഉദാഹരണമാണ്. പേർഷ്യൻ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മീഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യൻ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ടു. ഇതിൻ്റെ സാരാംശം വാഴ്ചകൾ ദൂതന്മാരെ പോലെയാണ്, പക്ഷേ അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൂതന്മാർ വ്യക്തികളെ പരിപാലിക്കുമ്പോൾ വാഴ്ചകൾ മുഴുവൻ നഗരത്തെയും രാഷ്ട്രങ്ങളെയും പ്രദേശങ്ങളെയും നിരീക്ഷിക്കും. ആറാമത്തത് അധികാരങ്ങളാണ്. അവരുടെ രൂപം മനുഷ്യരെ പോലെയാണ്, പക്ഷേ പലപ്പോഴും ഹെൽമറ്റ്, കവചം, ആയുധങ്ങൾ ധരിച്ച യോദ്ധാക്കളെന്നും വിശേഷിപ്പിക്കാറുണ്ട്. മനുഷ്യർക്കിടയിലുള്ള അധികാര വിതരണം നിരീക്ഷിക്കുക എന്നതാണ് അവരുടെ കടമ. അത് നീതിപൂർവവും ദൈവഹിതമനുസരിച്ചും പ്രയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക എന്നതാണ്. അധികാരങ്ങൾ ആളുകളെ സഹായിക്കുന്നതിനോ തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്നതോ മാത്രമല്ല അവരുടെ ഉത്തരവാദിത്വം. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെയും ക്രമവും നിലനിർത്തുന്നതിനും ഈ ദൂതന്മാർ ഉത്തരവാദികളാണ്. പ്രകൃതിയുടെ നിയമങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രപഞ്ചത്തിൻ്റെ ക്രമം നിലനിർത്തുന്നുവെന്ന് അവർ ഉറപ്പാക്കുന്നു.
5-ാം സ്ഥാനത്ത് സദ്ഗുണങ്ങളാണ്. ഈ ദൂതന്മാർക്ക് പൊതുവെ ഒരു തിളക്കമുള്ള രൂപമുണ്ട്. പക്ഷേ ആളുകളുമായി ഇടപഴകുമ്പോൾ മനുഷ്യരൂപത്തിലേക്ക് അവർക്ക് മാറുവാൻ കഴിയും. പ്രപഞ്ചം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുന്ന കാര്യങ്ങളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും അവർ നിയന്ത്രിക്കുന്നു. കാറ്റിനെ നിയന്ത്രിക്കുന്ന സദ്ഗുണ ദൂതന്മാരെക്കുറിച്ച് ബൈബിൾ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു. ഇതിനുശേഷം ഭൂമിയുടെ 4 കോണുകളിൽ 4 ദൂതന്മാർ നിൽക്കുന്നതും ഞാൻ കണ്ടു. കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ കാണുന്നത് പോലെ അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ആളുകൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകാൻ കഴിയും. എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടേണ്ട. സീസറിന് മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. 4-ാമത്തേത് ആധിപത്യം. ബാക്കി ദൂതന്മാരെ പോലെ ഇവരുടെ രൂപവും മനുഷ്യരെ പോലെ തന്നെയാണ്. ആധിപത്യ ദൂതന്മാർ മറ്റു ദൂതന്മാരെ മേൽനോട്ടം വഹിക്കുകയും ദൈവത്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവിക ക്രമം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അത് കാരണം അവർ നീതിയുടെയും കരുണയുടെയും ദൂതന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ആധിപത്യങ്ങൾ നേതാക്കളുടെ പ്രാർത്ഥനകൾക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ട് ദൈവത്തോട് കരുണയും ക്ഷമയും തേടാൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉത്തരം നൽകുന്നു. നീതി നടപ്പാക്കുന്നതിൽ അവരുടെ ഒരു പങ്കിനെ എടുത്തു കാണിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് സോദമിൻ്റെയും ഗൊമോറയുടെയും നാശം. അവിടെ ആധിപത്യങ്ങൾ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അവരുടെ ദൗത്യം നിർവഹിക്കുന്നതിന് മുമ്പ് നീതിമാന്മാരെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. ആധിപത്യങ്ങൾ പ്രയാസമുള്ള സമയത്ത് ഏറ്റവും മികച്ചത് എന്താണോ അത് അവർ ചെയ്യുന്നു. മനുഷ്യർക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ നോട്ടത്തിൽ അത് ശരിയാണ്. 3-ാമത്തേത് സിംഹാസനങ്ങൾ. ഇനിയുള്ള ദൂതന്മാരുടെ രൂപം വളരെ വ്യത്യസ്തമാണ്. മനുഷ്യരുടെ രൂപത്തിലുള്ള ദൂതന്മാരെക്കുറിച്ച് നാം കണ്ടു. എന്നാൽ സിംഹാസനങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു രൂപമാണ്. ഒരുപാട് കണ്ണുകൾ കൊണ്ട് നിറഞ്ഞ വലിയ ചക്രങ്ങളായി അവയെ ചിത്രീകരിക്കാറുണ്ട്. ഭൗതിക കാര്യങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗത്ത് ഇത് വസിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ ദൈവിക നീതി വിതരണം ചെയ്യുന്നതിനും എല്ലാ സാർവത്രിക നിയമങ്ങളുടെയും പ്രപഞ്ച ഐക്യം ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി മഹത്വത്തോടെ പാടുന്നു. പ്രപഞ്ചത്തിനുടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ചലനത്തെയും പ്രതീകപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സിംഹാസനം വഹിക്കുന്ന രഥങ്ങളോ അല്ലെങ്കിൽ വാഹനങ്ങളോ ആയി അവയെ പലപ്പോഴും കാണാറുണ്ട്. സൃഷ്ടിയിലുടനീളം ദൈവഹിതം നടപ്പിലാകുന്നുവെന്ന് ഉറപ്പാക്കുന്ന ഈ ആത്മീയ ജീവികൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ ഉയർത്തിപ്പിടിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. 2-ാം സ്ഥാനത്ത് കേരൂബുകളാണ്. പുരുഷൻ, സിംഹം, കാള, കഴുകൻ എന്നിങ്ങനെ 4 മുഖങ്ങളുള്ള ഒരു ദൂതനായി അവരെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. കേരൂബുകൾക്ക് കണ്ണുകൾ കൊണ്ട് നിറഞ്ഞ 6 ചിറകുകളുണ്ട്. ഇത് അവരുടെ ജാഗ്രതയെയും സർവ്വജ്ഞാനത്തെയും പ്രതീകപ്പെടുത്തുന്നു. കേരുബുകൾ പലപ്പോഴും വിശുദ്ധ സ്ഥലങ്ങളെയും വസ്തുക്കളെയും സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തിയിൽ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാവൽ ചെയ്യുവാൻ വേണ്ടി ഏദൻ തോട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ജ്വലിക്കുന്ന വാളുമായി അവരെ നിർത്തിയിരുന്നു. കേരുബുകൾ സിംഹാസനവാഹകരായി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ദൈവവുമായുള്ള അവരുടെ അടുത്ത സാമീപ്യത്തെയും ദൈവിക ക്രമത്തിൽ അവരുടെ അവിഭാജ്യ ഘടകത്തെയും പ്രതീകപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 4, 6, 9 അധ്യായങ്ങളിൽ അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും അവനെ നിരന്തരം ആരാധിക്കുന്നവനായി പറയുന്നു. ബൈബിളിൽ ദർശനങ്ങളിലും ദൈവാലയങ്ങളിലും അവരുടെ സാന്നിധ്യം പ്രപഞ്ചത്തിലുടനീളം ദൈവിക ക്രമം നിലനിർത്തുന്നതിലും ദൈവഹിതം നടപ്പിലാക്കുന്നതിലും അവരുടെ പങ്കിനെ അടിവരയിട്ട് കാണിക്കുന്നു. ആദ്യത്തേത് സേറാഫുകൾ. ദൈവത്തോടുള്ള അവരുടെ സാമീപ്യത്തിന് പേര് കേട്ടവരാണ് ഈ സാറാഫുകൾ. അവരെ പലപ്പോഴും ജ്വലിക്കുന്നവർ എന്ന് വിളിക്കുകയും ദൈവത്തോടുള്ള അവരുടെ തീക്ഷ്ണതയും ശുദ്ധമായ സ്നേഹത്തെയും പ്രതിനിധീകരിക്കുന്ന അഗ്നിജ്വാലകളായും വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. യെശയ്യാവ് 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നത് പോലെ സാറാഫുകൾക്ക് 6 ചിറകുകളുണ്ട്. 2 ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മൂടുന്നു. ഇത് ദൈവം മുമ്പാകെയുള്ള അവരുടെ ഭക്തിയെയും വിനയത്തെയും സൂചിപ്പിക്കുന്നു. 2 ചിറകുകൾ കൊണ്ട് അവരുടെ കാല് മൂടുന്നു. ഇത് അവരുടെ എളിമയെയും ആദരവും സൂചിപ്പിക്കുന്നു. 2 ചിറകുകൾ പറക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാനുള്ള അവരുടെ സന്നദ്ധതയെ എടുത്തു കാണിക്കുന്നു. ദൈവത്തെ എപ്പോഴും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക എന്നതാണ് സാറാഫുകളുടെ പ്രധാന ഉത്തരവാദിത്വം. യെശയ്യാവ് 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് പരസ്പരം വിളിച്ചു പറയുന്നത് നമുക്ക് കാണാം. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ശുദ്ധീകരണത്തിലും സാറാഫുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. യെശയ്യാവ് 6-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നു, അപ്പോൾ സാറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് എടുത്ത് ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ സംഭവം വ്യക്തികളെ ശുദ്ധീകരിക്കുന്നതിലും ദിവ്യ സേവനത്തിനായി തയ്യാറാക്കുന്നതിലും അവർ വഹിക്കുന്ന പങ്കിനെ എടുത്തു കാണിക്കുന്നു. സാറാഫുകൾ മുതൽ വിശ്വസ്തരായ കാവൽ ദൂതന്മാർ വരെയുള്ള എല്ലാത്തരം ദൂതന്മാരും സൃഷ്ടിയിലെ സമാധാനം, നീതി, വിശുദ്ധി എന്നിവ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്.
ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.